ഞാൻ ഇന്ന് എന്ന് വെച്ചാൽ വീഡിയോ ചെയ്തു വരുമ്പോൾ ഇന്നലെ ആവുമായിരിക്കും. അതായത് ഞായറാഴ്ച രാവിലെ 9:30 എറണാകുളത്ത് ലുലുവിലെ PVR കയറിയിട്ട് 3 സിനിമ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണ്ടു. ഒരു ബ്രേക്കും എടുക്കാതെ ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കാണുന്ന പോലെ ആയിരുന്നു. അതായത് ഒരു പടം കണ്ട് അത് തീരുന്നതിന് 5 മിനിറ്റ് മുമ്പ് അടുത്ത പടത്തിന്റെ സ്റ്റാർട്ടിംഗ് ടൈം ആകുന്നുണ്ടായിരുന്നു. പക്ഷെ PVR ഒരു 10 മിനിറ്റോളം പരസ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് അതെനിക്ക് ഹെൽപ്ഫുൾ ആയി ആ ഒരു ഗ്യാപ്പ്. സോ 3 പടങ്ങളും അങ്ങനെ ബാക്ക് ടു ബാക്ക് തുടക്കം ഒന്നും മിസ്സാവാതെ തന്നെ എനിക്ക് കാണാൻ പറ്റി, താങ്ക്സ് ടു PVR. അതിൽ ഓരോന്നും സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത് റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന മർദാനി 3 എന്ന ഹിന്ദി ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2 കൊച്ചു പെൺകുട്ടികളെ ചിലർ തട്ടിക്കൊണ്ടു പോകുന്നതും ആ കേസ് അന്വേഷിക്കാനായിട്ട് SSP ശിവാനി ശിവാജി റോയ് എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് മർദാനി 3 പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് വാച്ച് എന്ന് പറയാവുന്ന ഒരു പടമാണ് മർദാനി 3. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ പാർട്ടിലേതുപോലെ ഇത്തവണയും ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് വിഷയമായിട്ട് വരുന്നത്. അങ്ങനെ വലിയ പുതുമയുള്ള പ്രമേയമൊന്നും ആയിട്ട് കേൾക്കുമ്പോൾ തോന്നുന്നില്ല എങ്കിലും മേക്കിങ്ങിൽ ഒരു പ്രത്യേകത കൊണ്ട്, ഒപ്പം കേന്ദ്ര കഥാപാത്രം സ്ട്രോങ് ആയതുകൊണ്ടും ഒക്കെ പടം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗും ത്രില്ലിങ്ങും എൻജോയബിളുമാണ്. സോ എനിക്ക് പേഴ്സണലി വർക്കായ പടമാണ് മർദാനി 3. പിന്നെ പടത്തിലെ കുറേയധികം നല്ല മൊമെന്റ്സ്, ഹൈ തരുന്ന മൊമെന്റ്സ് പടത്തിലുണ്ട്. ഒരു ഇന്റൻസ് ത്രില്ലർ തന്നെയാണെന്ന് പറയാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ലീഡ് പെർഫോമൻസും ഇതിന്റെ പോസിറ്റീവാണ്. സിനിമയെ നല്ല രീതിയിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എലിവേറ്റ് ചെയ്യുന്നുണ്ട്. റാണി മുഖർജിയുടെ ഒരു 1 മാൻ ഷോ തന്നെയാണ് മർദാനി 3 എന്ന് പറയാം. ഇനി ഞാൻ ഈ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വിവാദമാകുമെങ്കിലും ഒരു മെയിൽ സൂപ്പർ സ്റ്റാറിനെ അവതരിപ്പിച്ചിരിക്കുന്ന പോലെയാണ് റാണിയെ ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. അവർക്കത് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നുള്ളതാണ്, അവർക്ക് അത് പറ്റുന്നുണ്ട്. ആ ഒരു ഓറ ഉണ്ടായിരുന്നു റാണിക്ക്. ഇൻട്രോയിൽ ഒരു ഫൈറ്റ് ഒക്കെ ആണെങ്കിലും ഒരു മെയിൽ ആക്ഷൻ ഹീറോയ്ക്കൊക്കെ കിട്ടുന്ന പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് റാണി മുഖർജി ആയതുകൊണ്ടാണ് അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മുഖം ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു പോർഷനിലൊക്കെ നല്ല ഇമ്പാക്റ്റ് ആണ് നമുക്ക് നൽകിയത്. അതുപോലെ ക്ഷമ ചോദിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് തല വെട്ടിച്ചു പോകുന്ന ഒരു പോക്കുണ്ട്. അപ്പോ സുപ്പീരിയർ ഓഫീസർ അല്ലാതെ ആ റൂമിൽ നിൽക്കുന്ന മറ്റൊരു പോലീസുകാരൻ വളരെ ആരാധനയോടെ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട്, അത് ഇടുവായിരുന്നു. സോ മൊത്തത്തിൽ റാണിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഗംഭീര സ്വാഗും പെർഫോമൻസും കൊണ്ടാണ് ഈ പടം ഒരു മസാല ആക്ഷൻ പടമാണെങ്കിൽ പോലും നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നത്. പടത്തിലെ മറ്റൊരു കിടിലം പെർഫോമൻസ് മല്ലിക പ്രസാദ് എന്ന നടിയുടേതാണ്. ഇതിലെ അമ്മ എന്നൊരു വില്ലത്തി കഥാപാത്രമാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണ താരാട്ട് പാട്ടുകളൊക്കെ നൽകുന്ന ഇഫക്റ്റിന് വിപരീതമായിട്ട് ഒരു ഭീകര ഫീലിംഗ് നൽകുന്ന ഒരു താരാട്ട് പാട്ട് പുള്ളിക്കാരി ഈ പടത്തിൽ പാടുന്നതൊക്കെ കിടുവായിരുന്നു. ഈ വില്ലത്തിമാര് സാധാരണ വരുമ്പോ ഈ കണ്ണുരുട്ടി കാണിച്ചും അല്ലെങ്കിൽ നാടക ഡയലോഗ് പറഞ്ഞും അലറി വിളിച്ചും അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരി വളരെ സറ്റിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു. രാമാനുജൻ എന്ന കഥാപാത്രമായിട്ട് വരുന്ന പ്രജേഷ് കശ്യപ് മുഖത്തെ ആ ഒരു നിഷ്കളങ്ക ഭാവവും നിർവികാരമായിട്ടുള്ള ഒരു ലുക്കും ഒക്കെ നീറ്റായിട്ട് ആയിട്ടുണ്ട്. പക്ഷെ പുള്ളി പ്രതികരിക്കുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഇങ്ങനെ ചുമ്മാതെ നിൽക്കുവാണ്. ആ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. കഴിഞ്ഞ വർഷം മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡൊക്കെ നേടിയ ജാൻകി ബോഡിവാല നമ്മുടെ വാഷ് ഫിലിം സീരീസിലൊക്കെ ഉള്ളതാണ്. പുള്ളിക്കാരി ചെയ്ത കോൺസ്റ്റബിൾ ഫാത്തിമ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയുള്ളൂ. ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും തന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഇത്രയും പേർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് പടത്തിൽ. മറ്റുള്ള ക്യാരക്ടേഴ്സിൽ വന്ന താരങ്ങളും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറയൊക്കെ ഒരു നോർമൽ ഫീൽ മാത്രമാണ് തോന്നിയത്. പോളണ്ടുകാരനായ ആർത്തർ സുറോവ്സ്കിയാണ് ഇതിന്റെ ക്യാമറമാൻ. മർദാനി 1ന്റെ ക്യാമറയും പുള്ളിക്കാരനായിരുന്നു. ജോൺ സ്റ്റീവാർട്ട് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. സാർത്ഥക് കല്യാണിയാണ് ഇതിന്റെ ഗാനങ്ങൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പടത്തിൽ ഇങ്ങനെ പാട്ടൊന്നും ഞാൻ കണ്ടില്ല. ഇന്റർവെൽ ബ്ലോക്കിലുള്ള ഐഗിരി നന്ദിനി പാട്ടിന്റെ പ്ലേസ്മെന്റ് ഒക്കെ കിടുവായിരുന്നു. പിന്നെ ഈ സിനിമയുടെ കഥ എഴുതിയത് ആയുഷ് ഗുപ്തയാണ്. മർദാനി ഫസ്റ്റ് പടം സംവിധാനം ചെയ്തത് പ്രദീപ് സർക്കാർ ആയിരുന്നു. ഫസ്റ്റ് പടം എഴുതിയത് ഗോപി പുത്രനായിരുന്നു. ഈ ഗോപി പുത്രനാണ് മർദാനി 2 സംവിധാനം ചെയ്തത്. ഇത്തവണ മർദാനി 3 വന്നപ്പോഴും വീണ്ടും സംവിധായകൻ മാറിയിട്ടുണ്ട്. മാറാത്തത് റാണി മുഖർജിയുടെ കഥാപാത്രമാണെന്ന് പറയാം. ഇനിയും ഈ ഫ്രാഞ്ചൈസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള മരുന്നുണ്ട് എന്ന രീതിയിലാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സോ അടുത്ത പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന്റെ നെഗറ്റീവ് പറഞ്ഞാൽ പടത്തിലെ ഒരു ട്വിസ്റ്റ് പോലെ ഇന്റർവെൽ ഒക്കെ ആകുമ്പോൾ ഒരു സംഭവം ഉണ്ട്. എനിക്ക് സത്യത്തിൽ അത് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ ആദ്യം തന്നെ അത് ഊഹിച്ചെടുത്തു. സാധാരണ അത്യാവശ്യം ത്രില്ലർ പടങ്ങളൊക്കെ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു ട്വിസ്റ്റ് വരുന്നതിന് ഒരു മൈലുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. അതുപോലെ മർദാനി സീരീസിലെ എല്ലാ പടത്തിലും വില്ലന്മാർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് ഇതിലും സ്ട്രോങ് തന്നെയാണ്, പ്രത്യേകിച്ച് അമ്മ എന്നൊരു വില്ലത്തി ക്യാരക്ടർ. പക്ഷെ മർദാനി 1ഉം 2ഉം ഈ 2 സിനിമകളും വെച്ച് നോക്കുമ്പോൾ, അതിലെ വില്ലന്മാരെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും
എത്തിയില്ല എന്ന് തോന്നി. പ്രത്യേകിച്ച് ഇതിലെ രണ്ടാമത്തെ വില്ലൻ അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പലപ്പോഴും ചുമ്മാ തല്ലു വാങ്ങിക്കാനായിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. നമ്മുടെ നായിക ശിവാനിക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാരാണ് ഈ പടത്തിന്റെ, അതായത് എല്ലാ പടങ്ങളുടെയും ഒരു കരുത്തായിട്ട് വന്നത്. ഇത്തവണ അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് നൽകിയില്ല എന്ന് തോന്നി. പിന്നെ പടം ഒരു യൂഷ്വൽ മസാല സെറ്റപ്പിൽ കുറേയധികം ടെംപ്ലേറ്റ് സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു നല്ല പടം തന്നെയാണ്. ഗുഡ് തിയേറ്റർ വാച്ച് ആയിരുന്നു എനിക്ക് പേഴ്സണലി. ചില നല്ല മൊമെന്റ്സ് കൊണ്ട് തിയേറ്റർ വാച്ചിലായിരിക്കും പടം കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ സീരീസിലെ ആദ്യത്തെ പടമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് മർദാനി 2 തന്നെ, പിന്നെ ഇത്, അങ്ങനെ ഒരു ഓർഡറിലാണ് ഇതിന്റെ ക്വാളിറ്റി പറയാൻ പറ്റുക. സ്റ്റിൽ വർത്ത് വാച്ച് ആണ്. എനിക്ക് വർക്കായ പടമാണ്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള വയലൻസ് ഒക്കെ പടത്തിലുണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.